ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി ഏതാണ്? ഉത്തരം തെങ്ങ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ. ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം. പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മഹാദേവ ഗോവിന്ദ റാനഡെ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഏത് ഭാഷയിലാണ് സാഹിത്യകൃതികൾ രചിച്ചത്? ഉത്തരം ഹിന്ദി. 1851 പെൺകുട്ടികൾക്കായി പൂനെയിൽ പാഠശാല ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ജ്യോതിബ ഫുലെ. 1914 ആനി ബെസന്റ് ആരംഭിച്ച ആഴ്ചപ്പതിപ്പ്. ഉത്തരം കോൺവീൽ. 1908 അരവിന്ദ് ഘോഷ് പ്രതി ചേർക്കപ്പെട്ട ഗൂഢാലോചന കേസ് ഏതാണ്? ഉത്തരം ആലിപ്പൂർ ഗൂഢാലോചന കേസ്. സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ സൂററ്റിൽ എത്തിയത് എന്നായിരുന്നു? ഉത്തരം 1608 ഓഗസ്റ്റ് 24. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മാർട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി ആരാണ്? ഉത്തരം മിർ അലം ഖാൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചു? ഉത്തരം 249. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം 79ാമത്തെ. കൽപ്പവൃക്ഷത്തോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയത് എന്തിനെയാണ്? ഉത്തരം സത്യാഗ്രഹം. ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്? ഉത്തരം 24. എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? ഉത്തരം 45. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമ പഠനം നടത്തിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്നർ ടെമ്പിൾ. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? ഉത്തരം തിരുനാവായ. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്? ഉത്തരം യർവാദ ജയിൽ. സത്യാഗ്രഹികളിൽ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം യേശുക്രിസ്തുവിനെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആർട്ടിക്കിൾ 32. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിയൻ തത്വങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാസ്റ്റർ ദ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരാണ്? ഉത്തരം സൂര്യ സെൻ. സ്വാമി വിവേകാനന്ദനെ വിപ്ലവകാരിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഭൂപേന്ദ്രനാഥ ദത്ത. ദി ടെയിൽ ഓഫ് മൈ എക്സൈൽ എന്ന പുസ്തകം രചിച്ച വിപ്ലവകാരി ആരാണ്? ഉത്തരം ബരീന്ദ്രകുമാർ ഘോഷ്. 1872 ഫെബ്രുവരി 8 വൈസ്രോയി മയോയെ വധിച്ചത് ആരാണ്? ഉത്തരം ഷേർ അലി. ഹിമാലയൻ ടോയ്ലറ്റ്സ് എന്ന പേരിൽ ഡൽഹിയിൽ ബോംബ് നിർമ്മാണശാല നടത്തിയ വിപ്ലവകാരി?
ഉത്തരം വിമൽ പ്രസാദ് ജെയിൻ. ഷഹീദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരിയെ. ഉത്തരം ഭഗത് സിംഗ്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ സെല്ലുലാർ ജയിലിലേക്ക് 2 തവണ അയക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? ഉത്തരം സജീന്ദ്രനാഥ സന്യാൽ. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഉത്തരം ബന്ദി ജീവൻ. ബന്ദി ജീവൻ എന്ന ആത്മകഥാംശമായ കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം സജീന്ദ്രനാഥ സന്യാൽ. മാത്രവേദി എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാം പ്രസാദ് ബിസ്മിൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രബോധനങ്ങൾ പിന്തുടരുവാനായി രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതാണ്? ഉത്തരം അനുശീലൻ സമിതി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഈഴവ മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? ഉത്തരം 1896. മലയാളി മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? ഉത്തരം 1891. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യൻ വിപ്ലവകാരികളുടെ സഹായത്തോടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി സ്ഥാപിച്ച മലയാളി? ഉത്തരം ചെമ്പകരാമൻ പിള്ള. കേരളത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. ബ്രിട്ടന്റെ ബദൽ ശക്തിയായ ജർമ്മനിയുടെ സഹായത്തോടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് വിശ്വസിച്ച മലയാളി? ഉത്തരം ചെമ്പകരാമൻ പിള്ള. കേരളം കണ്ട ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകൻ ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. വക്കം മൗലവിയുടെ ആശീർവാദത്തോടെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി മുസ്ലിം ഐക്യസംഘം നിലവിൽ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഉത്തരം 1922-23. ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ഉത്തരം ആറ്റിങ്ങലിലെ അഞ്ചുതെങ്ങിൽ. തിരുവിതാംകൂർ രാജഭരണത്തെ നന്ദപുരത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തെ വെണ്ണീച ഭരണമെന്നും വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള? ഉത്തരം കുറിച്യ ലഹള. കുറിച്യ ലഹള നടന്ന വർഷം? ഉത്തരം 1812. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ കുറുമ്പർ ആദിവാസി വിഭാഗത്തിന്റെ തലവൻ? ഉത്തരം രാമനമ്പി. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം? ഉത്തരം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ അതിരൂക്ഷമായ ജനമുന്നേറ്റ സമരം ഏതായിരുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 1898. 1903 മെയ് 15 ശ്രീനാരായണ ഗുരു അധ്യക്ഷനായി SNDP യോഗം രൂപീകൃതമായപ്പോൾ അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം മഹാകവി കുമാരനാശാൻ.
1904 ആരുടെ പത്രാധിപത്യത്തിലാണ് SNDP മുഖപത്രമായ വിവേകോദയം തുടങ്ങിയത്? ഉത്തരം കുമാരനാശാന്റെ. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം? ഉത്തരം 1854 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ മഠത്തിന് തറക്കല്ലിട്ട വർഷം? ഉത്തരം 1912. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1913. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1924. അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ ടാഗോർ വന്ന വർഷം? ഉത്തരം 1922. അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ ഗാന്ധിജി എത്തിയ വർഷം? ഉത്തരം 1925. ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം? ഉത്തരം 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ്? ഉത്തരം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. എത്ര ക്ഷേത്രങ്ങൾ നാരായണ ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 43. അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരതേന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാസ്ഥാനം ഏതിനെ പറ്റിയാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം അരുവിപ്പുറം ക്ഷേത്രം. അദ്വൈത ദീപിക ആരുടെ രചനയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ.